നെഹ്റു ട്രോഫി വള്ളംകളിയിലെ രണ്ടാം സ്ഥാനം ഉൾപ്പെടെയുള്ള ഫലപ്രഖ്യാപനം വൈകുന്നതിനെതിരെ ബോട്ട് ക്ലബ്ബുകൾ. രണ്ടാം സ്ഥാനത്തെത്തിയ പുന്നമട ബോട്ട് ക്ലബ്ബ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ പരാതിയെ തുടർന്നാണ് ഫലപ്രഖ്യാപനം തടഞ്ഞത്. മുഴുവൻ പരാതികളും ഓണത്തിന് ശേഷം തീർപ്പാക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ചില ചുണ്ടൻ വള്ളങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതികളാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് വെല്ലുവിളി. അനുവദനീയമായതിൽ അധികം ഇതര സംസ്ഥാന തുഴച്ചിലുകാരെ ഉപയോഗിച്ചതായാണ് പ്രധാന ആരോപണം. തടിത്തുഴ, ഫൈബർ തുഴ എന്നിവ ചട്ടവിരുദ്ധമായി ഉപയോഗിച്ചെന്നും പരാതിയുണ്ട്. മൂന്നാം സ്ഥാനത്തെത്തിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഫലപ്രഖ്യാപനം തടഞ്ഞതിനെതിരെ രണ്ടാം സ്ഥാനക്കാരായ പുന്നമട ബോട്ട് ക്ലബ്ബും പരാതി നൽകി. ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ട്രോഫി എന്തിനാണ് തടഞ്ഞു വെച്ചത്? 10ലേറെ പരാതികളാണ് ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലെത്തിയത്. പരാതികൾ തീർപ്പാക്കി ഓണത്തിന് ശേഷം ഫലപ്രഖ്യാപനമെന്ന ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് 24-നോട്. പരാതികളുണ്ട്. നമുക്ക് അപ്പീൽ ജൂറിയുണ്ട്. ജൂറി ADMന്റെ നേതൃത്വത്തിൽ അപ്പീൽ ജൂറിയുണ്ട്. ആ പരാതികളൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്റെ നടപടി എടുക്കുന്നതാണ്. ഫലപ്രഖ്യാപനം വൈകുന്നത് നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെയും ബാധിച്ചേക്കും. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.